പ്രയാണം. നോമ്പുകാല ചിന്തകൾ 26-ാം ദിനം. നോമ്പുകാലം. യെസ് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാകാം. മാർച്ച് 25 തിരുസഭയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാളാണ്. നോമ്പുകാലത്തിന് തീവ്രതയിലാണ് സാധാരണ ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത്. ദൈവഹിതം തേടുകയും അതനുസരിച്ച് ജീവിക്കുകയുമാണ് നോമ്പിലെ യഥാർത്ഥ ചൈതന്യമെന്ന് ഈ തിരുനാൾ പറഞ്ഞു തരുന്നു. ദൈവഹിതത്തോട് മറിയം യെസ് പറഞ്ഞ ദിനം. മറിയം ദൈവത്തിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിനം. ദൈവമാതാവാകാൻ മറിയം സമ്മതമരുളിയ ദിനം. ദൈവചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ തീരുമാനമെടുത്ത ദിനം. വിശേഷണങ്ങൾ ഏറെയുണ്ട് ഈ തിരുനാളിന്. ലത്തീൻ ആരാധനക്രമമനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ വിശ്വാസപ്രമാണം ചൊല്ലുന്ന സമയത്ത് മുട്ടുകുത്തി നമസ്കരിക്കുന്നത് 2 തിരുനാളുകൾക്കാണ്. ഒന്ന് മംഗളവാർത്ത തിരുനാളിലും മറ്റേത് തിരുവിപ്പിറവിയിലും. സഭാപാരമ്പര്യത്തിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ്റെ പേരിൽ ഒരു പാരമ്പര്യമുണ്ട്. അതിൽ പ്രകാരം ക്രിസ്തു ലോകത്തിലേക്ക് വന്ന ദിവസം തന്നെയാണ് കുരിശിൽ മരിച്ചത്. അതായത് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചതിൻ്റെ 33-ാം വർഷത്തിൽ കുരിശിൽ അവൻ ബലിയായി. കണക്കുകൾ ശരിയാണെങ്കിൽ മാർച്ച് 25-ന് 2016 മംഗളവാർത്ത തിരുനാളും ദുഃഖവെള്ളിയും മാർച്ച് 25-നായിരുന്നു. ദുഃഖവെള്ളിയും മംഗളവാർത്ത തിരുനാളും ഇനി ഒരുമിച്ച് വരുവാൻ 2157 വരെ നാം കാത്തിരിക്കണം. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തെ അറിയിക്കുന്നതും മറിയം ദൈവഹിതത്തോട് യെസ് പറയുന്നതുമാണ് ഈ തിരുനാളിൻ്റെ കേന്ദ്രം. അർദ്ധരാത്രിയിൽ മറിയം ഏകയായ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് മുഖ്യദൂതൻ ഗബ്രിയേൽ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ ദൈവമാതാവാകാൻ സമ്മതം ആരാഞ്ഞു എന്നാണ് സഭാ പാരമ്പര്യം. അപ്പസ്തോലന്മാരിൽ നിന്ന് നേരിട്ട് ലഭിച്ച പാരമ്പര്യത്തിൻ്റെ വാഹകനും 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവനുമായ വിശുദ്ധ ഇരണേവ്യൂസ് നസ്രത്ത് ഏദൻ്റെ പ്രതിരൂപമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. തോട്ടത്തിൽ ഇരുട്ടിൻ്റെ മാലാഖയും ഒരു കന്യകയും തമ്മിൽ, നസ്രത്തിൽ പ്രകാശത്തിൻ്റെ മാലാഖയും ഒരു കന്യകയും തമ്മിലും സംഭാഷണം നടത്തുന്നു. 2 സന്ദർഭങ്ങളിലും മാലാഖമാരായിരുന്നു ആദ്യം സംസാരിച്ചത്. സർപ്പം ഹവ്വായോട് ചോദിച്ചു, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിൽ അക്ഷമയും തിന്മ ചെയ്യാനുള്ള പ്രേരണയും കാണാൻ കഴിയും. മറുവശത്ത് പ്രകാശത്തിൻ്റെ മാലാഖ പുതിയ ഹവ്വായായ നസ്രത്തിലെ കന്യകയെ സമീപിക്കുന്നത് എത്ര ശാന്തതയോടും ആദരവോടും കൂടിയാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ ഭാഷയിൽ സ്വർഗമാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. ദൈവഹിതത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുദ്ധരിച്ചാണ് മറിയം ദൈവമാതാവെന്ന വിശേഷണത്തിന് അർഹയാകുന്നത്. മറിയത്തിൻ്റെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സമ്മതം മൂളൽ പൂർത്തിയാകുന്നത് കാൽവരിയിൽ കുരിശിൻ ചുവട്ടിലാണ്. ഇതുപോലെ ദൈവഹിതത്തോട് ഇതാ കർത്താവിൻ്റെ ദാസൻ അഥവാ ദാസി എന്ന് പറഞ്ഞാലേ ദൈവപുത്രൻ പുത്രി സ്ഥാനത്തേക്ക് നാം ഉയരും. ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാകുവാനുള്ള സുവർണ അവസരമാണ് നോമ്പുകാലം. കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസികൾക്കും മാത്രമേ കുരിശിൻ്റെ വഴിയെ നടക്കാൻ കഴിയൂ. മറിയ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണത്. ഫ്രാൻസിസ് പാപ്പ വിദേശങ്ങളിലേക്കുള്ള തൻ്റെ അപ്പസ്തോലിക യാത്രകൾക്ക് മുമ്പും ശേഷവും റോമിലെ മേരി മേജർ ബസിലിക്കായിലെ ദൈവമാതാവിനെ പ്രതിഷ്ഠിച്ച അൾത്താരയ്ക്ക് മുമ്പിലെത്തി പ്രാർത്ഥിക്കുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും നന്ദി അർപ്പിക്കുന്നതും പതിവാണ്. ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച മറിയത്തെ പോലെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനു വേണ്ടി ദൈവഹിതം തേടുന്ന വിനീത ദാസനായതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ ദൈവമാതൃ സന്നിധിയിലെത്തുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പരിശുദ്ധ മറിയത്തെ പോലെ കർത്താവിൻ്റെ ദാസിയും ദാസനുമാകുവാൻ ക്രൂശിതന് പിന്നാലെ ഇമ വെട്ടാതെ നടക്കാനുള്ള ധൈര്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.